الحمد لله الذي هدانا لهذا وما كنا لنهتدي لولا أن هدانا الله. الحمد لله الذي أتم علينا نعمة الإسلام وأكمل لنا هذا الدين القيم وجعلنا به خير أمة أخرجت للناس. نأمر بالمعروف وننهى عن المنكر ونؤمن بالله ونشهد أن لا إله إلا الله وحده لا شريك له جل عن الشبيه والمثيل والكفء والند والنظير. ونشهد أن سيدنا محمدا عبده ورسوله وصفيه وخليله وخيرته على خلقه وأمينه على وحيه وسلم تسليما كثيرا كثيرا. أما بعد فيا أيها الناس أوصيكم ونفسي أولا بتقوى الله. فقد قال الله سبحانه وتعالى في كلامه العزيز عن مزيد مزية التقوى واتقون يا أولي الألباب. وقال الله سبحانه وتعالى أيضا أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم وقل رب أدخلني مدخل صدق وأخرجني مخرج صدق واجعل لي من لدنك سلطانا نصيرا. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. إن نريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب. ബഹുമാന്യരായ സത്യവിശ്വാസികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ കൽപ്പനകൾ ജീവിതത്തിൽ യഥാവിധി പാലിച്ച് അവനെ സൂക്ഷ്മതയോടുകൂടി അവന്റെ വിധിവിലക്കുകൾ അനുസരിച്ച് ജീവിക്കണമെന്ന് ആദ്യമായി എന്നോടും തുടർന്ന് നിങ്ങൾ ഓരോരുത്തരോടും വസിയ്യത്ത് ചെയ്യുകയാണ്, ഗുണകാംക്ഷപൂർവ്വം ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ വരെ മിഹബര വിജയികളിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെ ജീവിതത്തെക്കുറിച്ച് ആഴത്തിൽ ചിന്തിപ്പിക്കാൻ പോകുന്ന ഒരു പക്ഷിയുടെ കഥയുണ്ട്. ആ പക്ഷി രാജകൊട്ടാരത്തിലെ മനോഹരമായ ഒരു ഉദ്യാനത്തിലായിരുന്നു കഴിഞ്ഞുകൂടിയിരുന്നത്. ഇഷ്ടമുള്ള കനികൾ ഭക്ഷിച്ച് തനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒരു മരക്കൊമ്പിൽ ഇരുന്ന് അതിന്റെ ജീവിതം കഴിച്ചുകൂട്ടി. ആ പക്ഷിയോട് വല്ലാത്ത ദയാവാത്സല്യവും സ്നേഹവും തോന്നിയ രാജാവ് ഒരിക്കൽ അതിനുവേണ്ടി മാത്രമായി അതിനേക്കാൾ വലിയ സൗകര്യമുള്ള മറ്റൊരു മനോഹരമായ ഉദ്യാനം ഒരുക്കി. പക്ഷെ ആ പക്ഷി ഒരിക്കലും പുതിയ തന്റെ പൂന്തോട്ടത്തിലേക്ക് പറക്കാൻ കൂട്ടാക്കിയില്ല. അത് അതിന്റെ പഴയ മരക്കൊമ്പിൽ തന്നെ അടയിരിക്കാൻ തുടങ്ങി. രാജാവിന് വലിയ സങ്കടമായി. രാജാവ് രാജ്യത്തെ പ്രഗത്ഭരായ വൈദ്യന്മാരെയും പക്ഷി ശാസ്ത്രജ്ഞന്മാരെയും കൊട്ടാരത്തിലേക്ക് വരുത്തി. അവര് പക്ഷിയുടെ ചിറകുകളും ആരോഗ്യമൊക്കെ പരിശോധിച്ചു. യാതൊരു തകരാറുമില്ല. പക്ഷെ പക്ഷി മാത്രം അത് പറക്കുന്നില്ല. ഒടുവിൽ ഗ്രാമീണനായ ഒരു സാധാരണക്കാരൻ കൊട്ടാരത്തിലെത്തി രാജാവിനോട് പറഞ്ഞു, പ്രഭോ, ഈ പക്ഷിയെ ഞാൻ പറത്താം. അയാളുടെ കൈവശമുണ്ടായിരുന്ന ഒരു മഴു ഉപയോഗിച്ച് ആ പക്ഷി ഇരുന്നിരുന്ന കൊമ്പ് ഒരൊറ്റ വെട്ടി. ആ കൊമ്പ് മുറിഞ്ഞു വീണ നിമിഷം അതുവരെ പറക്കാൻ പഠിച്ച ആ പക്ഷി തന്റെ ചിറകുകൾ വിടർത്തി ആകാശത്തേക്ക് പറന്നുയരുകയും രാജാവ് ഒരുക്കിയ പുതിയ ഉദ്യാനത്തിൽ പോയി ഇരിക്കുകയും ചെയ്തു എന്നതാണ് ഒരു കഥ.
ഇരിക്കുന്ന കൊമ്പ് മുറിക്കരുത് എന്നാണ് നമ്മളൊക്കെ പഠിച്ചിട്ടുള്ള പഴഞ്ചൊല്ല്. അതുകൊണ്ട് നമ്മളാരും തന്നെ ഇരിക്കുന്ന കൊമ്പ് മുറിക്കാൻ നമ്മൾ പലപ്പോഴും തയ്യാറാവില്ല എന്നതാണ്. എന്നാൽ ജീവിതത്തിന്റെ ചില ഘട്ടങ്ങളിൽ ആ ഇരിക്കുന്ന കൊമ്പ് നമ്മൾ മുറിക്കണം എന്നുള്ളതാണ് ജീവിതത്തിന്റെ വളരെ ആനന്ദകരമായ മുന്നോട്ടുള്ള ഒഴുക്കിന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകം. ഇങ്ങനെ തന്റെ സുരക്ഷിതത്വത്തിന്റെ കൊമ്പ് മുറിച്ച് അള്ളാഹുവിന്റെ പ്രീതിക്കായി പുതിയൊരു ലോകത്തേക്ക് ഇറങ്ങി പുറപ്പെട്ടു പോകുന്നതിനാണ് ഇസ്ലാമിൽ ഹിജ്റ എന്ന് വിളിക്കുന്നത്. ഹിജ്റയുടെ അന്തസ്സത്ത് എന്ത് എന്ന് ചോദിച്ചാൽ ഇരിക്കുന്ന കൊമ്പ് മുറിക്കലാണ് യഥാർത്ഥത്തിൽ ഹിജ്റയുടെ യഥാർത്ഥ അന്തസ്സത്ത. ഒരുപക്ഷെ നാമൊക്കെയും ഇന്ന് ഏതൊക്കെയോ അർത്ഥത്തിൽ വളരെ സുരക്ഷിതമായ ഒരു മേഖലയിൽ, സേഫ് സോണിൽ കഴിഞ്ഞുകൂടിക്കൊണ്ടിരിക്കുകയാണ്. നമുക്ക് നമ്മുടേതായ ചില കണക്കുകൂട്ടലുകളും ചില കാഴ്ചപ്പാടുകളും ചില വീക്ഷണങ്ങളും ജീവിതത്തെ കുറിച്ചും അതിന്റെ ഒഴുക്കിനെ കുറിച്ചുമുണ്ട്. സ്വന്തമായ ഒരു വീട്, കുടുംബം, ജോലി, സുഖകരമായ കച്ചവടം, യാത്രകൾ, വിനോദങ്ങൾ, അങ്ങനെ തികച്ചും സ്വസ്ഥമായ ഒരു ലോകം നമ്മൾ കെട്ടിപ്പടുത്തിട്ടുണ്ട്. അതിനുമപ്പുറം ഒരു മാറ്റത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ, അള്ളാഹുവിന്റെ മാർഗത്തിൽ ത്യാഗങ്ങൾ സഹിക്കേണ്ടി വരുമ്പോൾ അത് നമ്മുടെ സുരക്ഷിതത്വം നഷ്ടപ്പെടുത്തലാകും എന്ന് പലപ്പോഴും വ്യക്തിപരമായി നമ്മൾ ആലോചിച്ചു പോകാറുണ്ട്. നമ്മളാ രാജകൊട്ടാരത്തിൽ ആ മരക്കൊമ്പിലിരുന്ന പക്ഷിയെ പോലെ ചിന്തിക്കുകയാണ്, സുഖമായി പഴവർഗ്ഗങ്ങൾ തിന്ന് ഇവിടെ ജീവിക്കാം, എന്തിനാണ് വെറുതെ ഇവിടെ നിന്ന് മാറുന്നത്? അല്പമൊന്ന് മാറി പറഞ്ഞാൽ, ആ കൊമ്പ് വിട്ടകന്നാൽ ഇതിനേക്കാൾ മനോഹരമായ പരലോക വിജയത്തിന്റെ വലിയൊരു പൂന്തോട്ടമുണ്ട് എന്ന തിരിച്ചറിവ് ആ പക്ഷിക്കില്ലാതെ പോയതുപോലെ പലപ്പോഴും നമ്മൾ പറ്റിപ്പിടിച്ചിരിക്കുന്ന ഇടങ്ങളിൽ നിന്ന് നമ്മുടെ കൊമ്പ് മുറിക്കാതെ നമ്മൾ അവിടെ അടയിരിക്കുന്നു എന്നതാണ്. അതുകൊണ്ട് അള്ളാഹുവിന്റെ പൊരുത്തത്തിനു വേണ്ടി നമ്മുടെ തെറ്റായ ശീലങ്ങളിൽ നിന്നും അലസതകളിൽ നിന്നും മാറ്റമില്ലാത്ത സുരക്ഷിത വലയങ്ങളിൽ നിന്നും പുറത്തു കടക്കാൻ ഒരു വിശ്വാസി എന്ന നിലയിൽ ഹിജ്റ മുന്നിൽ വെച്ചുകൊണ്ട് നാം സന്നദ്ധരാകേണ്ടതുണ്ട് എന്നതാണ്. പറക്കാൻ ആരോഗ്യകരമായ ചിറകുകൾ ഉണ്ടായിട്ടും പറക്കാതിരുന്ന പക്ഷിയെ പോലെ ആകരുത് യഥാർത്ഥത്തിൽ വിശ്വാസി എന്നാണ് ഓർമ്മപ്പെടുത്തുന്നത്. ഹിജ്റയെ കുറിച്ച് ധാരാളമായി പറഞ്ഞും കേട്ടും കൊണ്ടിരിക്കുന്ന ഒരു സന്ദർഭമാണ് ഇപ്പോൾ. ഒരുപക്ഷെ ഹിജ്റയെ കുറിച്ച് കേൾക്കാൻ വളരെ രസകരമായ ചരിത്ര മുഹൂർത്തങ്ങൾ കൊണ്ട് നിറഞ്ഞതാണ് ഇസ്ലാമിലെ ത്യാഗസന്നദ്ധമായിട്ടുള്ള ഹിജ്റ യാത്ര. മക്കയിൽ നിന്ന് മദീനയിലേക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയും സഹാബത്തും നടത്തിയ ത്യാഗോജ്ജലമായ പറച്ചുനടൽ ചരിത്ര വായനയിൽ ഒരുപക്ഷെ ഒരു ചരിത്രകൃതിക്കും ചരിത്ര വായനക്കാരനും വളരെ സന്തോഷം നൽകുന്ന വളരെ മനോഹരമായിട്ടുള്ള ഒരു ചരിത്ര മുഹൂർത്തമാണ്. അല്ലെങ്കിൽ അതിനു മുമ്പ് അബസീനിയയിലേക്കുള്ള പ്രവാചകന്റെ സഹാബത്തിന്റെ യാത്ര വളരെ മനോഹരമായി കേട്ടിരിക്കാൻ നമുക്ക് വളരെ രസകരമായിട്ടുള്ള യാത്രയാണ്. സൗർ ഗുഹയിൽ റസൂൽ കഴിഞ്ഞുകൂടിയ നിമിഷങ്ങൾ, സൊറാക്കയോട് സ്വർണ്ണ വളകളെ കുറിച്ച് റസൂൽ നടത്തുന്ന വാഗ്ദാനത്തിന്റെ പെരുമഴയുടെ ആ ചരിത്രമൊക്കെ കേൾക്കാൻ വളരെ രസകരമായി ചരിത്രത്തിൽ കേട്ടവരും വായിച്ചവരുമാണ് നമ്മൾ. അല്ലെങ്കിലും മുൻഗാമികളുടെ ചരിത്രങ്ങളുടെ കഥനകഥകൾ വായിക്കാൻ നമുക്ക് വളരെ രസകരമായി നാം അത് വായിക്കാറുണ്ട്. യഥാർത്ഥത്തിൽ ഹിജ്റ മുന്നിൽ വെച്ചുകൊണ്ട്, ആ ചരിത്രത്തിന്റെ യാഥാർത്ഥ്യങ്ങൾ മുന്നിൽ വെച്ചുകൊണ്ട് നാം ആലോചിക്കേണ്ടുന്നത് യഥാർത്ഥത്തിൽ ഹിജ്റ മക്കയിൽ നിന്ന് മദീനയിലേക്ക് മാത്രം സംഭവിക്കേണ്ട ഒന്നാണ്. മക്കയിൽ നിന്ന് മദീനയിലേക്ക് മാത്രം സംഭവിക്കേണ്ട ഒന്നാണോ യഥാർത്ഥത്തിൽ ഹിജ്റ എന്ന് പറയുന്നത്? മക്കയും മദീനയും ആ ഹിജ്റയും ഒരു പ്രതീകമാണ്. മക്കയിൽ നിന്ന് മദീനയിലേക്ക് സഞ്ചരിക്കുമ്പോൾ ഒരുപക്ഷെ പലപ്പോഴും ആലോചിച്ചിട്ടുള്ള ഒരു കാര്യം എന്തായിരിക്കും അല്ലാഹു തആല ഹജ്ജിന്റെ ഭാഗമായി ഹിജ്റയെ ഉൾപ്പെടുത്താതിരുന്നത്? ഹജ്ജിലെ ചരിത്ര വിസ്മയങ്ങളെല്ലാം നമുക്ക് ഹജ്ജിൽ വിടലിച്ച് കാണാൻ കഴിയും. എന്തുകൊണ്ട് ഹിജ്റയ്ക്ക് ഹജ്ജിൽ ഒരു പ്രാധാന്യം അവിടെ ഇല്ല എന്നത് വലിയ ആശങ്കയോടുകൂടി നമ്മൾ ആലോചിക്കേണ്ട ഒരു യാഥാർത്ഥ്യമുണ്ട്.
സഫയിൽ നിന്ന് മർവയിലേക്ക്, മർവയിൽ നിന്ന് സഫയിലേക്ക് ഹാജ് ഓടാറുണ്ട്. പക്ഷെ ഹിജ്റ മക്കയിൽ നിന്ന് മദീനയിലേക്ക് എന്ന രൂപത്തിൽ ഒരു അനുഷ്ഠാനമായിട്ട് ഹജ്ജിന്റെ ഭാഗമായി നിശ്ചയിക്കപ്പെട്ടില്ല. നിശ്ചിത സ്ഥലവും സമയവും അതിന് നിർണയിക്കപ്പെട്ടില്ല. എന്തുകൊണ്ടായിരിക്കും അങ്ങനെ സംഭവിച്ചിട്ടുണ്ടാവുക? കാരണം ഹിജ്റ എന്ന് പറയുന്നത് എവിടെയും സംഭവിക്കേണ്ടതാണ്. മക്കയിലും മദീനയിലും, അല്ലെങ്കിൽ മക്കയിൽ നിന്ന് മദീനയിലേക്ക് മാത്രം സംഭവിക്കേണ്ട ഒന്നല്ല ഹിജ്റ എന്നതുകൊണ്ടാണ് അങ്ങനെ നിശ്ചയിക്കപ്പെടാതിരുന്നത്. പക്ഷെ സംസം അവിടെ മാത്രമേ ഉള്ളൂ. അതിനാൽ സഫാ മർവ സഅയ്, സഫാ മർവകൾക്കിടയിലുള്ള സഅയ് യഥാർത്ഥത്തിൽ അവിടെ തന്നെ നടക്കേണ്ടതാണ്. എന്നാൽ ഹിജ്റ അങ്ങനെയല്ല. കാലദേശങ്ങളുടെ പരിമിതികളില്ലാത്ത ദേശാന്തര ഗമനമാണ് എന്നാണ് യഥാർത്ഥത്തിൽ ചരിത്രം നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. ഹിജ്റ അനുസ്യൂതമായി തുടർന്നു പോവേണ്ടുന്ന ഒരു തുടർ പ്രക്രിയ എന്ന അർത്ഥത്തിലാണ് ഹിജ്റയെ മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും സഹാബത്തും അടയാളപ്പെടുത്തി വെക്കുന്നത്. ഖിയാമത്ത് വരെയും ഈ ലോകാന്ത്യം വരെയും തുടർന്നുകൊണ്ടേയിരിക്കുന്ന ഒരു തുടർ പ്രക്രിയയാണ് യഥാർത്ഥത്തിൽ ഹിജ്റ. എന്നാൽ ഹിജ്റ നടക്കേണ്ടുന്ന ഭൂമി ഏത് എന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്. ഹിജ്റ നടക്കേണ്ടുന്ന ഭൂമി ഏതാണ്? ഏതെങ്കിലും ഒരു രാജ്യത്തിന്റെ അതിർത്തിയിലാണോ, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വെളി രാജ്യത്തിന്റെ പരിധിയിലാണോ ഹിജ്റ നടക്കേണ്ടുന്നത്? ഹിജ്റ യഥാർത്ഥത്തിൽ ആരംഭിക്കേണ്ടുന്നത് നമ്മുടെയൊക്കെ ഹൃദയത്തിന്റെ ഭൂമിയിൽ നിന്നാണ്, മനസ്സിൽ നിന്നാണ്. മനസ്സാകുന്ന ഭൂമിയിൽ നിന്നാണ് ഹിജ്റ സംഭവിക്കേണ്ടുന്നത്. അല്ലാതെ ഒരു നാട്ടിൽ നിന്ന് മറ്റൊരു നാട്ടിലേക്കുള്ള യാത്ര ഒരുപക്ഷെ അഭയാർത്ഥിയെ പോലെ രക്ഷ തേടിയുള്ള താൽക്കാലികമായ ഇടങ്ങൾ തേടിയുള്ള അന്വേഷണം മാത്രമായി ആ യാത്ര പരിണമിക്കും. മനസ്സുകൊണ്ട് ഹിജ്റ സാധ്യമല്ലെങ്കിൽ, കൽബ് കൊണ്ട് ഹിജ്റ സാധ്യമല്ലെങ്കിൽ, നമുക്കൊരിക്കലും ഒന്നും ത്യാഗം ചെയ്യാൻ, ഒന്നും വെടിയാൻ സാധ്യമല്ല എന്ന പാഠമാണ് യഥാർത്ഥത്തിൽ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഈ മുഹറമിന്റെ ദിനങ്ങളിൽ ഹിജ്റയെ കുറിച്ച് ഓർക്കുമ്പോൾ നമുക്ക് തീർച്ചയായിട്ടും അതിൽ നിന്ന് പഠിക്കാനുള്ള ഏറ്റവും വലിയ പാഠം. മനസ്സുകൊണ്ട് ഒരു ഹിജ്റ സാധ്യമല്ലെങ്കിൽ ഒന്നും വെടിയാനും ഒന്നും ത്യാഗപ്പെടാനും നമുക്ക് സാധിക്കുകയില്ല എന്നതാണ് നാം പഠിക്കേണ്ടുന്ന പാഠം. വളരെ പ്രസിദ്ധമായ മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഒരു വചനം നാം കേട്ടിട്ടുണ്ട്. ഇന്നമൽ അഅ്മാലു ബിന്നിയ്യാത്ത്. കർമ്മങ്ങൾ സ്വീകാര്യമാവുന്നത് മനസ്സിലുള്ള നിയ്യത്തിന്റെ അടിസ്ഥാനത്തിലാണ്. റസൂൽ തുടർന്ന് പറഞ്ഞത് വഇന്നമാ ലികുല്ലി ഇംറിഇൻ മാ നവ. ഒരു മനുഷ്യന് എന്താണോ അവൻ കരുതിയിട്ടുള്ളത് അത് മാത്രമാണ് അവന് സ്വായത്തമാക്കാൻ കഴിയുക. എന്നിട്ട് അവിടുന്ന് വിശദീകരിച്ചതാൽ എന്താണോ മനസ്സിൽ കരുതിയത് അതാണ് അയാൾക്ക് ലഭിക്കുക. അള്ളാഹുവേയും റസൂലിനെയുമാണോ മനസ്സിൽ കരുതിയത് എങ്കിൽ അത് കിട്ടും. അതല്ല, ഭൗതികമായ മറ്റെന്തെങ്കിലും താല്പര്യങ്ങളാണ് അയാളുടെ ത്യാഗങ്ങളുടെ പിന്നിൽ, അമലുകളുടെ പിന്നിലുള്ളത് എങ്കിൽ അത് മാത്രമാണ് അയാൾക്ക് കിട്ടുക. ഇനി ഹിജ്റയ്ക്ക് പോകുന്നവരുടെ കൂട്ടത്തിൽ താൻ കല്യാണം കഴിക്കാൻ ആഗ്രഹിച്ച ഒരു പെണ്ണുണ്ട്. അതുകൊണ്ട് അതേ ബസ്സിൽ തൂങ്ങിപ്പിടിച്ച് അയാളും കയറി. മഹാനായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ചരിത്ര പ്രസിദ്ധമായ ഹിജ്റയിൽ അങ്ങനെ ഒരു താല്പര്യവും കടന്നു വരുന്നുണ്ട് ഏതോ ചില ആളുകളുടെ മനസ്സിൽ. റസൂലിന്റെ അടുക്കൽ ആ പരാതി എത്തുന്നുണ്ട്. ഈമാനിൽ യാതൊരു തരത്തിലും സംശയിക്കാൻ സാധ്യതയില്ലാത്ത ഒരു സമൂഹത്തിൽ ഇത്തരം താല്പര്യങ്ങൾ കയറിക്കൂടുന്നതിന്റെ ആദ്യ സന്ദർഭത്തിൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സഹാബത്തിനിടയിൽ അത് തിരുത്തുന്നുണ്ട്. ഇന്നമൽ അഅ്മാലു ബിന്നിയ്യാത്ത്. അമലുകൾ നിയ്യത്തിന്റെ അടിസ്ഥാനത്തിലാണ്. അയാൾക്ക് ഒരു പെണ്ണാണ് വേണ്ടിയിരുന്നത്. കല്യാണം കഴിക്കാൻ ആഗ്രഹിച്ച പെണ്ണ് ഹിജ്റയ്ക്ക് പുറപ്പെട്ടിരിക്കുന്നു. അപ്പൊ അയാൾ ഒന്നും ആലോചിച്ചില്ല, പിന്നാലെ ഓടി. റസൂല് പറഞ്ഞു അയാൾക്ക് എന്ത് കിട്ടും? അയാൾക്ക് കിട്ടും, പെണ്ണ് കിട്ടും. ഹിജ്റയുടെ പുണ്യം അയാൾക്ക് ലഭ്യമല്ല എന്നാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. അതുകൊണ്ട് ഹിജ്റ ആരംഭിക്കേണ്ടുന്നത് നമ്മുടെ മനസ്സിന്റെ അകങ്ങളിൽ നിന്നാണ്, കൽബിൽ നിന്നാണ്. അങ്ങനെ മനസ്സിൽ നിന്ന് ഒരു ഹിജ്റ ചെയ്യാൻ സാധ്യമാണെങ്കിൽ മാത്രമേ എല്ലാം വെടിഞ്ഞ് അള്ളാഹുവെ മാത്രം ലക്ഷ്യം വെച്ചുകൊണ്ട് ഒരു മുസ്ലിമിന് മുഹാജിറാകാൻ കഴിയൂ, ഒരു വിശ്വാസിക്ക് മുഹാജിറാവാൻ കഴിയൂ എന്നാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. വിശുദ്ധ ഖുർആനിൽ ഒരു താല്പര്യവുമില്ലാത്ത, പടച്ചവനെ മാത്രം താല്പര്യം കൊണ്ട് ലക്ഷ്യമാക്കി ഇറങ്ങി പുറപ്പെടുന്ന ഒരു മുഹാജിറിനെ കുറിച്ച് പറയുന്നത്. സ്വയം ഞാനൊരു മുഹാജിറാണ് എന്ന് പ്രഖ്യാപിക്കാൻ ഒരുപക്ഷെ
വിശുദ്ധ ഖുർആൻ പരിചയപ്പെടുത്തിയ ഇബ്രാഹിം നബി അലൈഹിസ്സലാമക്ക് മാത്രമേ കഴിയൂ. ഇന്നി മുഹാജിറുൻ ഇലാ റബ്ബി സയഹ്ദീൻ. ഞാൻ എന്റെ റബ്ബിലേക്ക് മുഹാജിറാണ്, ഞാൻ എന്റെ റബ്ബിലേക്ക് എത്തിച്ചെല്ലുന്നവനാണ്, ഹിജ്റ ചെയ്യുന്നവനാണ് എന്ന് പ്രഖ്യാപിച്ച മുഹാജിറാണ് ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം. രാജ്യാന്തര യാത്രകൾ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം നടത്തുന്നത്. ഇന്നത്തെ പോലെ ഗതാഗത സൗകര്യമില്ലാത്ത ആ കാലത്ത് മലമടക്കുകൾ താണ്ടിക്കിടന്ന് യാത്ര ചെയ്യുന്നു ഇബ്രാഹിം നബി അലൈഹിസ്സലാം എന്ന് കാണാൻ കഴിയും. ഒരുപക്ഷെ ഏറ്റവും വലിയ സഞ്ചാരിയായ പ്രവാചകൻ ആര് എന്ന് ചോദിച്ചാൽ ഖലീലുള്ളാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാമയെ കുറിച്ച് വിശുദ്ധ ഖുർആൻ വാചാലമാവുന്നത് അദ്ദേഹത്തിന്റെ യാത്രയുമായി ബന്ധപ്പെട്ടും യാത്രയിലുടനീളമുള്ള പ്രാർത്ഥനകളുമായി ബന്ധപ്പെട്ടാണ്. പക്ഷെ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമയുടെ ഹിജ്റ എവിടെ നിന്ന് സംഭവിക്കുന്നു എന്നത് വിശുദ്ധ ഖുർആൻ ഇതിനൊക്കെ ആമുഖമായി ഉള്ളടക്കമായി വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്. ഇബ്രാഹിമിന്റെ ഹിജ്റ ആരംഭിക്കുന്നത് യഥാർത്ഥത്തിൽ അദ്ദേഹത്തിന്റെ മനസ്സിൽ നിന്നാണ്, അദ്ദേഹത്തിന്റെ ചിന്തയിൽ നിന്നാണ്. ബൗദ്ധികമായ ഇന്റലക്ച്വൽ ആയിട്ടുള്ള വളരെ ചിന്തനീയമായിട്ടുള്ള അദ്ദേഹത്തിന്റെ ഹിജ്റ, ബൗദ്ധികമായ ഹിജ്റ. ഒരു രാത്രിയിൽ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം, മനുഷ്യരൊക്കെ ഉറങ്ങിക്കിടക്കുന്ന രാത്രിയിൽ ഇബ്രാഹിം രാത്രിയിൽ എഴുന്നേറ്റ് വന്നു. നക്ഷത്രങ്ങൾ കണ്ടു ഇബ്രാഹിം. അദ്ദേഹം പറയുന്നുണ്ട്, ഹാദാ റബ്ബി, ഇതാണ് എന്റെ റബ്ബ്. നല്ല തിളക്കമുണ്ടല്ലോ, കാണാൻ നല്ല സൗകുമാര്യതയുള്ള ഈ നക്ഷത്രങ്ങൾ, അതെന്റെ റബ്ബാണ്. ഹാദാ റബ്ബി. അത് മാഞ്ഞു പോയപ്പോൾ അദ്ദേഹം പറയുന്നുണ്ട്, മാഞ്ഞു പോകുന്നതല്ല എന്റെ റബ്ബ്. പിന്നെ അദ്ദേഹം ചന്ദ്രനെ നോക്കി, അത് കുറച്ചുകൂടി വലുതും തിളക്കമുള്ളതുമാണ് എന്ന് അദ്ദേഹത്തിന് ബോധ്യപ്പെടുന്നു. ഹാദാ റബ്ബി, ഇതാണ് എന്റെ റബ്ബ് എന്ന് അദ്ദേഹം പ്രഖ്യാപിച്ചു. ഫലമ്മ അഫല, അതും അസ്തമിച്ചു പോയപ്പോൾ ഇതല്ല എന്റെ റബ്ബ് എന്ന് അദ്ദേഹം വീണ്ടും പ്രഖ്യാപിക്കുന്നുണ്ട്, മനസ്സിനെ ബോധ്യപ്പെടുത്തുന്നുണ്ട്. പിറ്റേന്ന് പ്രഭാതത്തിൽ നേരം വെളുത്തപ്പോൾ സൂര്യനിലേക്ക് നോക്കി, കൂടുതൽ തിളക്കമുള്ള കരുത്തുറ്റ ഊർജ്ജ സ്രോതസ്സായ സൂര്യനെ കണ്ടപ്പോൾ അദ്ദേഹത്തിന്റെ വാക്ക് ഹാദാ അക്ബർ, ഹാദാ റബ്ബി, ഹാദാ അക്ബർ, ഇതാണ് എന്റെ റബ്ബ്, ഇതാണ് ഏറ്റവും വലുത്. അതും അസ്തമിക്കുമ്പോൾ മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാം പറയുന്നുണ്ട്, ഇതല്ല എന്റെ റബ്ബ് എന്ന് അദ്ദേഹം ധീരമായിട്ട് പകൽ വെളിച്ചത്തിൽ പ്രഖ്യാപിക്കുന്നുണ്ട്. എന്നിട്ട് അടുത്ത സ്റ്റെപ്പ്, നമ്മളൊക്കെ തക്ബീറത്തുൽ ഇഹ്റാമിന് ശേഷം നമ്മൾ ചൊല്ലുന്ന ഇഫ്തിതാഹിന്റെ വാചകങ്ങൾ, ദുആഉൽ ഇഫ്തിതാഹിന്റെ വാചകങ്ങൾ, അദ്ദേഹം ഒരു പ്രതിജ്ഞാബദ്ധനായി സൃഷ്ടാവിന്റെ മുമ്പിൽ നിന്നുകൊണ്ട് അദ്ദേഹം പ്രഖ്യാപിക്കുന്നുണ്ട്, ഇന്നി വജ്ജഹതു വജ്ഹിയ ലില്ലദീ ഫതറസ് സമാവാതി വൽ അർള ഹനീഫൻ മുസ്ലിമൻ വമാ അന മിനൽ മുശ്രികീൻ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇബ്രാഹിം നബി നടത്തിയ ഒന്നാമത്തെ ഹിജ്റ അദ്ദേഹത്തിന്റെ മനസ്സിൽ നിന്നും തുടങ്ങുന്ന ഹിജ്റയാണ്. രാജാതിർത്തികൾ പേറി വെടിയാൻ, ത്യാഗപ്പെടാൻ അദ്ദേഹത്തിന് യഥാർത്ഥത്തിൽ പ്രചോദനമേകിയത് അദ്ദേഹത്തിന്റെ മാനസികമായ ഹിജ്റയാണ് എന്ന് കാണാൻ കഴിയും. നമ്മളത് ആലോചിച്ച് നോക്കൂ. ബൗദ്ധികമായ ചിന്താപരമായ ഒരു ഹിജ്റയിലൂടെ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം ഘട്ടം ഘട്ടമായി അദ്ദേഹം മനോഹരമായി കടന്നു പോകുന്നുണ്ട് എന്ന് മാത്രമല്ല, ആ മനോഹാരിതയെ പ്രകടിപ്പിക്കുന്ന വെളിച്ചം കൊണ്ട് അദ്ദേഹം ഒരു സമൂഹത്തിൽ മുഴുവൻ ധീരത കൊണ്ട് അദ്ദേഹം നിറയുന്നുണ്ട്. മനസ്സകത്ത് നിന്ന് ആരംഭിച്ച ഹിജ്റ അവസാനം അദ്ദേഹം അല്ലാഹുവിൽ ചെന്ന് ചേരുകയാണ്, ഖലീലായി മാറുകയാണ്, പടച്ചവന്റെ കൂട്ടുകാരനായി മാറുന്ന ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം. ഒരു ഇബ്രാഹിമി ഹിജ്റ പോലെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മുടെ ഹൃദയത്തിൽ നിന്നും അത്തരം ഒരു വെളിച്ചവുമായി റബ്ബിന്റെ അടുക്കലേക്ക് പോവേണ്ട ഹിജ്റയാണ് നാം ആദ്യമായി നടത്തേണ്ടുന്ന ഹിജ്റ എന്നാണ് ഈ സന്ദർഭത്തിൽ ഓർമ്മപ്പെടുത്താനുള്ളത്. നമ്മളൊക്കെ എങ്ങനെയാണ് ഈ ദീനിൽ വന്നു പെട്ടത് എന്ന് നമ്മൾ ആലോചിച്ചിട്ടുണ്ടോ? ആ ഉമ്മയും അപ്പയും മുസ്ലിമായിരുന്നു, അതുകൊണ്ട് ഞാനും. യഥാർത്ഥത്തിൽ നമ്മുടെയൊക്കെ ഇസ്ലാമിയത്തിന്റെ കഥ അന്വേഷിച്ചാൽ സൗഭാഗ്യപൂർണമായി ഏതോ അർത്ഥത്തിൽ നമ്മളിലേക്ക് വന്നു ചേർന്ന ദീൻ യഥാർത്ഥത്തിൽ അങ്ങനെ മതിയോ എന്നതാണ് ഇബ്രാഹിം നബി അലൈഹിസ്സലാം നമ്മോട് ചോദിക്കുന്നത്. ദീനിനെ കണ്ടെത്താനും പടച്ചവനെ അന്വേഷിക്കാനും ആന്തരികമായും മാനസികമായും ഒരു യാത്ര റബ്ബിലേക്ക് നടത്താൻ, ഇന്നി മുഹാജിറുൻ ഇലാ റബ്ബി, ഞാൻ എന്റെ റബ്ബിലേക്ക് മുഹാജിറാണ് എന്ന് പ്രഖ്യാപിക്കാനുള്ള ഹിജ്റയായിരിക്കണം വിശ്വാസികൾക്ക് യഥാർത്ഥത്തിൽ ഉണ്ടാവേണ്ടുന്നത് എന്നാണ് ഇബ്രാഹിം നബി അലൈഹിസ്സലാം പറയുന്നത്. നമ്മൾ പണ്ടങ്ങോ ചൊല്ലിപ്പഠിച്ച ചില അനുഷ്ഠാനങ്ങളും ഷഹാദത്ത് കലിമയും
അതിൽ തന്നെ നമ്മുടെ ഇസ്ലാമും നമ്മുടെ ദീനും നമ്മുടെ റബ്ബും ഒക്കെ അങ്ങനെ മുമ്പോട്ട് പോവുകയാണ്. നമ്മുടെ ഇസ്ലാം അതിന്റെ പൂർണ്ണ അർത്ഥത്തിലേക്ക് ഹിജ്റ ചെയ്തിട്ടുണ്ടോ? ഒരു മുസ്ലിം നമ്മുടെ കൂട്ടത്തിൽ ഉണ്ട് എങ്കിൽ, ഒരു മുഅ്മിൻ ആ അർത്ഥത്തിലുള്ള ഒരു മുസ്ലിം നമ്മുടെ കൂട്ടത്തിൽ രൂപപ്പെട്ടു വന്നിട്ടുണ്ട് എങ്കിൽ, യഥാർത്ഥത്തിൽ നമ്മുടെ നാട് തന്നെ ആ ഒരു മുസ്ലിമിന്റെ ഹിജ്റ കൊണ്ട് മാറിപ്പോകാൻ മാത്രം വലിയ വ്യാപ്തിയുള്ള ഒരു ഇസ്ലാമിന്റെ വെളിച്ചം ഈ സമൂഹത്തിന് അനുഭവിക്കാൻ കഴിയും. അതുകൊണ്ട് ഒന്നാമതായി നടക്കേണ്ട ഹിജ്റ ഏത് എന്ന് ചോദിച്ചാൽ അത് നമ്മുടെ ഓരോരുത്തരുടെയും മനസ്സിൽ നിന്ന് നാം നടത്തേണ്ടുന്ന യാത്രയാണ്. അങ്ങനെ ഒന്ന് നടന്നു കഴിഞ്ഞാൽ, അങ്ങനെ ഒരു ഹിജ്റ നടന്നു കഴിഞ്ഞാൽ, മാനസികമായ ത്യാഗം നടന്നു കഴിഞ്ഞാൽ, ഭൗതികമായ ഹിജ്റ നമുക്ക് വളരെ പ്രയാസമില്ലാത്തതായിരിക്കും. വളരെ സുരക്ഷിതമായി നമുക്ക് എല്ലാം വിട്ടെറിഞ്ഞു പോവാൻ ഒരു ബുദ്ധിമുട്ടും നമുക്കുണ്ടാവില്ല എന്നതാണ്. കേവല പാരമ്പര്യങ്ങളിൽ നിന്ന് യഥാർത്ഥ ആദർശ ഇസ്ലാമിലേക്കുള്ള ഒരു ഹിജ്റയുണ്ട്. അന്ധകാരങ്ങളെ, അനാചാരങ്ങളെ, അതിനെല്ലാം ഒഴിവാക്കിക്കൊണ്ട് ശുദ്ധപ്രകൃതിയുള്ള ഇസ്ലാമിലേക്ക് ഒരു ഹിജ്റ സാധ്യമാവണം എന്നതാണ് പ്രിയപ്പെട്ട സഹോദരങ്ങളെ നാം ചെയ്യേണ്ടുന്നത്. എല്ലാവരും അങ്ങനെയാണെങ്കിൽ പിന്നെ ഞാൻ എന്തിന് എന്ന ആലോചനകൾക്കപ്പുറത്തേക്ക് എല്ലാവരും എങ്ങനെയാണെങ്കിലും ഞാൻ എന്റെ റബ്ബിലേക്ക് മുഹാജിറാണ് എന്ന് പ്രഖ്യാപിക്കാൻ പ്രിയപ്പെട്ട സഹോദരങ്ങളെ സഹാബത്ത് തയ്യാറായപ്പോഴാണ് ഭൗതികമായ ഹിജ്റ അവർക്ക് വളരെ ലളിതമായി സാധ്യമായത് എന്ന് ചരിത്രത്തിൽ നിന്ന് നമുക്ക് കാണാൻ കഴിയും. ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം നാട് വിട്ടു പോകുന്നതിന് മുമ്പ് അദ്ദേഹത്തിന്റെ മാതാപിതാക്കളെയും ഭരണകൂടത്തെയും സമൂഹത്തെയും മുൻനിർത്തിയിട്ട് അദ്ദേഹം പറയുന്ന ഒരു വാചകമുണ്ട്, ഞാൻ നിങ്ങളെ ഒഴിവാക്കി പോവുകയാണ്. നിങ്ങളെയും അല്ലാഹുവെ കൂടാതെ നിങ്ങൾ വിളിച്ചു പ്രാർത്ഥിക്കുന്ന, നിങ്ങൾ അഭയം തേടുന്ന സകലത്തിനെയും ഞാനിതാ വെടിഞ്ഞു പോകുന്നു, വിട്ടെറിഞ്ഞു പോകുന്നുവെന്ന് ഇബ്രാഹിം നബി അലൈഹി സ്വലാം സമൂഹത്തെ മുൻനിർത്തിക്കൊണ്ട് പറയുന്ന ഒരു വർത്തമാനമുണ്ട്. ഞാൻ എന്റെ റബ്ബിനെ പ്രാപിക്കും, അവനോട് തേടുന്നതിൽ ഞാൻ ഒരിക്കലും ഭാഗ്യപ്പെട്ടവനായിട്ടില്ല. ഒരു സമൂഹത്തെ നോക്കിക്കൊണ്ട് മാനസികമായി ഹിജ്റ നടത്തിയ ഇബ്രാഹിം നബി അലൈഹിസ്സലാം ഭൗതികമായി നടത്തുന്ന ഹിജ്റയുടെ ഉള്ളടക്കമായി ആ സമൂഹത്തോട് പ്രഖ്യാപിക്കുന്ന ഏറ്റവും ധീരമായിട്ടുള്ള വർത്തമാനമാണ്. ഇങ്ങനെ ഒരു വിപ്ലവകരമായ ഹിജ്റ നടത്തിയിട്ടാണ് നാട് വിട്ടുപോകുന്ന ഹിജ്റയെ കുറിച്ച് അതിന്റെ രസം നമ്മൾ കണ്ടെത്താൻ. മഹാനായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അല്ലാഹു സുബ്ഹാനഹു വ തആല എപ്പോഴാണ് ഹിജ്റയെ കുറിച്ച് പറയുന്നത്? മദീനയിലേക്ക് പുറപ്പെടാനായപ്പോഴാണ്. ഏതാണ്ട് മക്കയിൽ സൂറത്തുൽ അഅല അവതരിച്ച് ഒരു 5ാമത്തെ സൂറ അവതരിക്കുമ്പോൾ അല്ലാഹു തആല ഹിജ്റയെ കുറിച്ച് പറയുന്നുണ്ട്. സൂറത്തുൽ മുദ്ദസ്സിറിലെ ആദ്യ ആയത്തുകളിൽ നമുക്ക് ആ വചനം വായിച്ചെടുക്കാൻ കഴിയും. സൂറത്തുൽ മുദ്ദസ്സിറിലെ ആദ്യത്തെ 7 കൽപ്പനകളിൽ ഒന്ന്, അതിൽ 5ാമത്തെ കൽപ്പന വറുജ്സ ഫഹ്ജുർ. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് അല്ലാഹു തആല നൽകുന്ന ഏറ്റവും സുപ്രധാനമായ കൽപ്പനകളിൽ 5ാമത്തെ കൽപ്പന, താങ്കൾ മാലിന്യങ്ങളെ വെടിയുക, മാലിന്യങ്ങളിൽ നിന്ന് താങ്കൾ ഹിജ്റ ചെയ്യുക എന്നാണ്. ഹിജ്റ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ഒഴിവാക്കുക, വെടിയുക, ഉപേക്ഷിച്ചു പോകുക എന്നാണ്. നാട് വിട്ടുപോകലല്ല. അകത്തുള്ള മാലിന്യങ്ങൾ, ചിന്തകളെ സ്വാധീനിക്കുന്ന പൈശാചികമായിട്ടുള്ള പലതരം മാലിന്യങ്ങൾ മനസ്സിൽ അടിഞ്ഞുകൂടാൻ സാധ്യതയുണ്ട്. തെറ്റായ ജീവിത ശൈലികൾ ജീവിതത്തിൽ വന്നു ചേർന്നിട്ടുണ്ട്. തെറ്റായ സംസ്കാരങ്ങൾ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്. ഇത്തരത്തിലുള്ള മാലിന്യങ്ങൾ വെടിഞ്ഞ് മനസ്സിനെ പൂർണ്ണമായി ശുദ്ധിയാക്കിയെടുക്കണം. പ്രവാചകരെ മാലിന്യങ്ങളെ തങ്ങൾ ഒഴിവാക്കൂ എന്നാണ് അവിടുത്തോട് അല്ലാഹു സുബ്ഹാനഹു വ തആല കൽപ്പിക്കുന്നത്. ഏറ്റവും പ്രാഥമികമായ ഈ ഹിജ്റ നടത്തുമ്പോഴാണ് ഭൗതികമായ ഹിജ്റ നടത്താൻ താങ്കൾ പാകപ്പെടുകയുള്ളൂ എന്നാണ് അള്ളാഹുവിന്റെ 7 കൽപ്പനകളുടെ സുപ്രധാനമായ കൽപ്പന. തൊട്ടടുത്ത സൂറത്തുൽ മുസമ്മിൽ അല്ലാഹു തആല മറ്റൊരു ഹിജ്റയെ കുറിച്ച് പറയുന്നുണ്ട്. വസ്ബിർ അലാ മാ യഖൂലൂന വഹ്ജുർഹും ഹജ്റൻ ജമീല. ആളുകൾ പറയുന്നത് കേട്ട്, ആളുകൾ താങ്കളെ ഭ്രാന്തനെന്ന് മുദ്രകുത്തുന്നത് കേട്ട്, താങ്കളെ ധിക്കരിക്കുന്നതും നിഷേധിക്കുന്നതും കേട്ട് താങ്കളുടെ മനസ്സ് തളർന്നു പോകരുത് പ്രവാചകരെ.
സബർ കൈക്കൊള്ളൂ, വഹ്ജുർഹും ഹജ്റൻ ജമീല, മാന്യമായിട്ട് താങ്കൾ അവരെ ഒന്ന് സൈഡാക്കിക്കോളി എന്ന് അല്ലാഹു തആല പറയുന്നത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് വളരെ ഭംഗിയായിട്ട് ആ തിന്മകളോടൊപ്പം സഞ്ചരിക്കുന്ന സാമൂഹിക വ്യവസ്ഥയിൽ നിന്ന് താങ്കൾ മാറി നിൽക്കണമെന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറയുന്നത്. റസൂലിന്റെ രണ്ടാമത്തെ ഹിജ്റ അതാണ്. ഒന്നാമത്തേത് അകത്തെ മാലിന്യങ്ങൾ ഒഴിവാക്കലാണെങ്കിൽ സൂറത്തുൽ മുസമ്മിൽ എത്തുമ്പോഴേക്കും റസൂലിനോടുള്ള രണ്ടാമത്തെ ഹിജ്റ തിന്മകളുടെ സാമൂഹിക വ്യവസ്ഥയിൽ നിന്ന് താങ്കൾ അകലം പാലിക്കണം. ആ സാമൂഹിക വ്യവസ്ഥ സൃഷ്ടിച്ചിട്ടുള്ള എല്ലാ തിന്മകളെയും താങ്കൾ വെടിയണം എന്നാണ് അല്ലാഹു തആല പറയുന്നത്. അങ്ങനെ ഒരു സാമൂഹികമായ ഹിജ്റയുണ്ട്. വ്യക്തിപരമായ ഹിജ്റ കഴിഞ്ഞാൽ സാമൂഹികമായ ഒരു ഹിജ്റയുണ്ട്. ഞാൻ ഒരു നിലപാടുള്ളവനാണ് എന്ന് പറയാൻ കഴിയണം. നെഞ്ചു വിരിച്ചുകൊണ്ട് ഖുർആനും സുന്നത്തും എന്താണോ പഠിപ്പിച്ചത് അതാണ് എന്റെ ആദർശം എന്ന് ഈ ഉച്ചനീചത്വങ്ങളുടെ സാമൂഹിക വ്യവസ്ഥയിൽ നിന്ന് താങ്കൾക്ക് ഈ ഖുർആൻ ഉയർത്തിപ്പിടിച്ച് ദൈവിക വചനങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് നെഞ്ചു വിരിച്ച് താങ്കൾക്ക് പറയാൻ കഴിയണം. യഥാർത്ഥത്തിൽ അത് ഒരു ഹിജ്റയാണ്. നാട്ടുനടപ്പ്, മാമൂലുകൾ, സമ്പ്രദായങ്ങൾ, ശീലങ്ങൾ ഇതൊന്നുമല്ല. അതിന്റെ അപ്പുറത്തേക്ക് ദീൻ എന്താണോ പഠിപ്പിച്ചത് അതാണ് എന്റെ ദീൻ എന്ന് പ്രഖ്യാപിക്കൽ യഥാർത്ഥത്തിൽ ഒരു ഹിജ്റയാണ്. നടപ്പ് ശീലങ്ങൾക്കും അനാചാരങ്ങൾക്കും നിന്നുകൊടുക്കാതെ നിലപാടുള്ള ഒരു ദീനിനെ പറയാൻ ഒരാൾക്ക് കഴിയുന്നുവെങ്കിൽ അത് അയാളുടെ ജീവിതത്തിൽ നിർവഹിക്കുന്ന ആ സാമൂഹിക വ്യവസ്ഥിതിക്കെതിരെയുള്ള ഒരു ഹിജ്റയാണ് എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സൂറത്തുൽ മുസമ്മിലിലൂടെ അല്ലാഹു തആല ഓർമ്മപ്പെടുത്തുന്നുണ്ട്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഹിജ്റയെ വ്യാഖ്യാനിക്കുന്നത് യഥാർത്ഥത്തിൽ അവർ ചെയ്ത നൊമ്പരങ്ങളെ ഓർമ്മിപ്പിച്ചുകൊണ്ടല്ല. മക്കയിൽ നിന്ന് മദീനയിലേക്ക് പോകലാണ് ഹിജ്റ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചില്ല. അല്ലെങ്കിൽ ഒരു നാട്ടിൽ നിന്ന് മറ്റൊരു നാട്ടിൽ വിടലാണ് ഹിജ്റ എന്ന് റസൂൽ പഠിപ്പിച്ചില്ല. പ്രാഥമികമായിട്ട് അതല്ല അവിടുന്ന് പഠിപ്പിച്ചത്. വൽ മുഹാജിറു മൻ ഹാജറ മാ നഹല്ലാഹു അൻ. ആരാണ് മുഹാജിർ? ആരാണ് ഹിജ്റ ചെയ്യുന്നവൻ? അല്ലാഹു നിരോധിച്ചതിനെ വെടിയുന്നവനും ഉപേക്ഷിക്കുന്നവനുമാണ് യഥാർത്ഥ മുഹാജിർ എന്നാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുന്ന് പ്രാഥമികമായി ഹിജ്റയെ കുറിച്ച് പരിചയപ്പെടുത്തുന്നത്. ദുശീലങ്ങളിൽ നിന്ന് സൽസ്വഭാവങ്ങളിലേക്ക് നിങ്ങൾക്ക് ഹിജ്റ നടത്താൻ കഴിയുമോ നിങ്ങൾ മുസ്ലിമും മുഅ്മിനും മുഹാജിറുമായി മാറും എന്നാണ് റസൂൽ പറഞ്ഞത്. പല രൂപത്തിൽ പല രീതിയിൽ മൂടിപ്പൊതിയാൻ സാധ്യതയുള്ള ദുസ്വഭാവങ്ങൾ, അതിൽ നിന്ന് ഞാൻ എന്നെ തന്നെ ഒന്ന് ഹിജ്റ ചെയ്യിക്കാൻ ഒന്ന് മനസ്സ് പാകപ്പെട്ടാൽ നല്ല ചിന്തകളിലേക്ക്, നല്ല കാഴ്ചപ്പാടുകളിലേക്ക്, എനിക്കിപ്പോഴുള്ള അധമ കൂട്ടുകെട്ടുകളിൽ നിന്ന് നല്ല കൂട്ടുകെട്ടുകളിലേക്ക്, ഇങ്ങനെ ഒരു ഹിജ്റ വ്യത്യസ്തമായ തലങ്ങളിൽ ജീവിതത്തിൽ നമുക്ക് ഹിജ്റയുടെ വ്യാഖ്യാനങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് തന്നെ കണ്ടെത്താൻ കഴിയും. യഥാർത്ഥത്തിൽ മക്കയും മദീനയും ഹിജ്റയുടെ രണ്ട് പ്രതീകങ്ങളാണ്. മക്കയും മദീനയും ഹിജ്റയുടെ രണ്ട് അടയാളങ്ങളാണ്. മക്ക സഹനത്തിന്റെയും പരീക്ഷണത്തിന്റെയും തീച്ചൂളകളായിരുന്നു യഥാർത്ഥത്തിൽ മക്കയുടെ അനുഭവങ്ങൾ. സഹാബികൾ ഓരോന്നും റസൂലിന്റെ അടുക്കൽ ഒന്ന് പരാതി പറയുന്നു. റസൂലെ, ഞങ്ങൾ പരീക്ഷണരായിരിക്കുന്നു, പീഡിപ്പിക്കപ്പെട്ടിരിക്കുന്നു, ഞങ്ങൾക്ക് വേണ്ടി അങ്ങ് പ്രാർത്ഥിക്കുന്നില്ല നബിയെ. പരീക്ഷണങ്ങളുടെ തീച്ചൂളയായിരുന്നു മക്കയെങ്കിൽ മദീന തെളിനീര് പോലെ ആശ്വാസം നൽകുന്ന, ചേർത്ത് പിടിക്കുന്ന ഇടമായിരുന്നു യഥാർത്ഥത്തിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മദീന. പരീക്ഷണത്തിന്റെ തീച്ചൂളയും ചേർത്ത് പിടിക്കുന്ന തെളിനീര് പോലെ ആശ്വാസം നൽകുന്ന ഇടവും, ഈ രണ്ട് ഇടങ്ങൾ മക്കയും മദീനയും യഥാർത്ഥത്തിൽ ഹിജ്റയുടെ പ്രതീകമാണ്. മക്കയിൽ ശരിക്കും ആദർശത്തെ മുളപ്പിച്ചെടുക്കലായിരുന്നു. മദീനയിൽ ആ ആദർശത്തെ വേരുറപ്പിച്ചുകൊണ്ട് മുളപ്പിച്ചു കൊണ്ടുവന്ന ഒരു ഇടമായിരുന്നു മദീന എന്ന് നമുക്ക് കാണാൻ സാധിക്കും. ഹിജ്റയുടെ ചരിത്രം എന്ന് ചോദിക്കുമ്പോൾ സുറാഖയുടെ വളകളെ കുറിച്ച് പറയാനും റസൂലിന്റെ സൗഹൃദ വാസത്തെ കുറിച്ച് പറയാനും ആ ചരിത്രം വായിക്കാനും രസമാണ്. പക്ഷേ മാനസികമായ ഒരു ഹിജ്റ നടത്താൻ നിങ്ങൾക്ക് സാധിക്കുമെങ്കിൽ മാത്രമേ പ്രവാചകന്റെ ഹിജ്റയെ, അതിന്റെ ത്യാഗോജ്വലതയെ ഉജ്ജ്വലമായി നിങ്ങൾക്ക്, രസകരമായി നിങ്ങൾക്ക് വായിച്ചെടുക്കാൻ കഴിയും. ഈ ഭൂമി അല്ലെങ്കിൽ നാം സേഫ് സോണാണ് എന്ന് കരുതുന്ന ഒരു സ്ഥലങ്ങളും ശാശ്വതമല്ല, എല്ലാം ഒരു നാം വിട്ടെറിയേണ്ടി വരും എന്ന് മക്ക നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. സഹാബത്തിനെ പഠിപ്പിച്ചു, നമ്മെ പഠിപ്പിക്കേണ്ടതുണ്ട്.
എന്നാൽ മദീന ഏതൊരാൾ സകലതും വെടിഞ്ഞൊഴിവാക്കിക്കൊണ്ട് വരുന്നോ അയാൾക്ക് എവിടെയോ ഒരു അഭയത്തിന് ഇടമുണ്ട് എന്നതിന്റെ വലിയ പ്രതീക്ഷയാണ് യഥാർത്ഥത്തിൽ മദീന. ലക്ഷ്യം അള്ളാഹുവാണ് എങ്കിൽ, അള്ളാഹുവിനെ ലക്ഷ്യമാക്കിക്കൊണ്ടാണ് നീ ഹിജ്റ ചെയ്യുന്നത് എങ്കിൽ പടച്ചവൻ കൈവിടില്ല എന്നതിന്റെ ഏറ്റവും പ്രകടമായ തെളിവാണ് മദീന. അതുകൊണ്ടാണ് റസൂലിന്റെ പ്രസിദ്ധമായ ആ ഹദീസ്, തീർച്ചയായും അമലുകൾ അല്ലാഹു തആല നിരീക്ഷിക്കുന്നത് നിങ്ങളുടെ മനസ്സിന്റെ ഹിജ്റ എവിടെയാണ് എന്നത് പരിഗണിച്ചിട്ടായിരിക്കും എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ആ സന്ദർഭത്തിൽ അങ്ങനെ ഒരു വർത്തമാനം പറഞ്ഞത്, അതിലൊരു സാഹചര്യം ഉണ്ടായത്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അതിൽ ഒരു അതിശയോക്തിയും നാം കാണേണ്ടതില്ല. റസൂൽ അത് തന്നെയാണ് ഉദ്ദേശിച്ചത്. മദീനയിൽ മുസ്ലിമീങ്ങൾ അല്ലാഹു തആല കൈവിട്ടില്ല. അൻസാറുകളുടെ സഹായികളുടെ നാടായി മദീന മാറി. ചരിത്രം ഒരുപാട് നമ്മോട് പറഞ്ഞു തരുന്നുണ്ട്. ഞാൻ ആമുഖമായി സൂചിപ്പിച്ച പക്ഷിയുടെ ആ മരക്കൊമ്പിലിരിക്കുന്ന പക്ഷി, ആ മരക്കൊമ്പ് വിട്ടുപോകാൻ മടി കാണിച്ച പക്ഷി, നാം ഇരിക്കുന്ന കൊമ്പ് മുറിച്ചാൽ എങ്ങോട്ട് പറക്കും എന്നതിനെ കുറിച്ച് ഓർത്ത് അസ്വസ്ഥപ്പെടേണ്ടതില്ല എന്നതാണ്. നാം ഒരു ഹിജ്റയ്ക്ക് തീരുമാനിച്ചാൽ അസ്വസ്ഥരാവേണ്ടതില്ല എന്ന ഏറ്റവും വലിയ പാഠമാണ് മദീന പറഞ്ഞു തരുന്നത്. നമ്മുടെയൊക്കെ നാട് ഒരു കാലഘട്ടത്തിൽ മദീനയായിരുന്നു. സ്വച്ഛന്തമായ ഒരു നാടായിരുന്നു. ഇളനീര് വെട്ടിയിട്ട് നമ്മുടെ മുൻഗാമികളെ സ്വീകരിച്ച ഒരു നാടാണ് യഥാർത്ഥത്തിൽ നമ്മുടെ നാട്. ഒരുപക്ഷെ നമ്മുടെ നാടിന്റെ അന്തരീക്ഷം മക്കയായി മാറുന്നുണ്ടോ എന്ന് നമ്മൾ ആശങ്കിക്കുന്നുണ്ടാവും. എങ്കിലും ഈ മക്കയിൽ നിന്ന് മദീനയിലേക്ക് നമ്മൾ ഇനിയും ഹിജ്റ ചെയ്തുകൊണ്ടേയിരിക്കും. ഒരു മാറ്റത്തിന്റെ ഉൾവിളി ഓരോ വിശ്വാസികളുടെയും ഹൃദയത്തിന്റെ ഉള്ളിൽ നിന്ന് സംഭവിക്കണം എന്നാണ് യഥാർത്ഥത്തിൽ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു തആല മനോഹരമായി പറഞ്ഞു വെക്കുന്ന ഒരു ആയത്തുണ്ട്. ഒരുപക്ഷെ ആ ആയത്ത് കേൾക്കുമ്പോൾ മുസ്ലിം സമൂഹത്തോട് എന്ത് ജീവിക്കുന്ന വർത്തമാനകാല മുസ്ലിം സമൂഹത്തോടാണ് അല്ലാഹു തആല സംസാരിക്കുന്നത് എന്ന് തോന്നുന്ന ചില ആയത്തുകൾ വിശുദ്ധ ഖുർആനിലുണ്ട്. സൂറത്തുൽ ഇസ്രായിലെ 76-ാമത്തെ ആയത്തിൽ വഇൻ കാദു ലയസ്തഫിസൂനക മിനൽ അർളി ലിയുഖ്രിജൂക മിൻഹാ, അവർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് താങ്കളെ താങ്കളുടെ ജന്മനാട്ടിൽ നിന്ന് വേരോടെ പിഴുതെടുക്കാൻ വേണ്ടിയിട്ട് അവർ വല്ലാതെ പരിശ്രമിക്കുന്നുണ്ട്, കോപ്പുകൂട്ടുന്നുണ്ട് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിൽ സൂറത്തുൽ ഇസ്രായിൽ അങ്ങനെ ഒരു ആയത്ത് പറയുന്നുണ്ട്. വഇദല്ലാ യൽബസൂന ഖിലാഫക ഇല്ലാ ഖലീല, താങ്കളുടെ നാട്ടിൽ നിന്ന് പുറന്തള്ളാൻ വേണ്ടിയാണ് അവർ ശ്രമിക്കുന്നത്. അധിക കാലമൊന്നും അവർക്ക് വാഴിക്കുകയില്ല എന്നാണ് അല്ലാഹു തആല പറയുന്നത്. നമ്മൾ ആലോചിച്ച് നോക്കൂ, ചില പദപ്രയോഗങ്ങൾ, ചില ഇംഗ്ലീഷ് വാചകങ്ങൾ, CAAയും NRCയും ഒക്കെയുള്ള ചില പദപ്രയോഗങ്ങൾ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നു. വെറുതെ ഉറക്കം കെടുത്തേണ്ട ചില നമ്മുടെ ഉറക്കം നഷ്ടപ്പെടുത്തി കളയുന്ന ചില വാചകങ്ങൾ നമ്മുടെ ഇടയ്ക്കൊക്കെ കേട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. അല്ലാഹു തആല പറയുന്നത് നിങ്ങളെ പുറത്താക്കാൻ വേണ്ടി, അവർ വേരോടെ പിഴുതെറിയാൻ വേണ്ടി, ഈ നാട്ടിൽ നിന്ന് പുറന്തള്ളാൻ വേണ്ടി അവർ ശ്രമിക്കുന്നുണ്ട് എന്ന് അല്ലാഹു തആല പറയുന്നുണ്ട്. സുന്നതമൻ ഖദ് അർസൽനാ ഖബലക മിർ റുസുലിനാ, താങ്കൾക്ക് മുമ്പ് കടന്നുപോയ പ്രവാചകരുടെ പാരമ്പര്യമായിരുന്നു അത്. അതുകൊണ്ട് അന്നുണ്ടായ നടപടിക്രമങ്ങൾ തന്നെയാണ് ഇന്നും സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് അല്ലാഹു തആല പറയുന്ന ഒരു വാചകം ഒരുപക്ഷെ വർത്തമാനകാല സമൂഹത്തിൽ മുസ്ലിം സമൂഹം അനുഭവിക്കുന്ന അവരുടെ നോവുകളെ അടയാളപ്പെടുത്തുന്ന ഒരു ആയത്താണ്. അതുകൊണ്ട് നിങ്ങളുടെ പരിശ്രമങ്ങളൊന്നും പാഴായി പോവില്ല എന്ന് അല്ലാഹു തആല പറയുന്നുണ്ട്. മനസ്സിൽ ഒരു മുഹാജിറാണ് എങ്കിൽ വിട്ടറിയാൻ ഒരു ഭയവും ആശങ്കയും നിങ്ങൾക്ക് ഉണ്ടാവില്ല എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ദുനിയാവ് അത് വലിയ ഭാരമുള്ളതാണ് എന്നും ദുനിയാവ് വലിയ പവിട്ടാർന്നതാണ് എന്നുമുള്ള തോന്നൽ എപ്പോഴെങ്കിലും നിങ്ങളുടെ ഹൃദയത്തിലുണ്ടെങ്കിൽ ആ സന്ദർഭത്തിൽ മാത്രമേ നിങ്ങളത് ഭയപ്പെടേണ്ടതുള്ളൂ. അള്ളാഹുവിനെ മനസ്സിൽ നിറച്ചു വെച്ച്, അങ്ങനെ ഭാരമുള്ള പടച്ചവനെ നിറച്ചു വെച്ചുള്ള ഒരു മനസ്സാണ് നിങ്ങൾക്കുള്ളത് എങ്കിൽ മക്കയിൽ നിന്ന് ഹിജ്റ ചെയ്ത സഹാബികളെ പോലെ റസൂലുള്ളാഹിയെ പോലെ ഹൃദയത്തിൽ പടച്ചവൻ നിറച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളെ സ്വീകരിക്കാനുള്ള 100 മദീനകൾ നിങ്ങൾക്ക് ഈ ദുനിയാവിൽ തന്നെ ഉണ്ട്. അങ്ങനെ ഒരു സേഫ് സോൺ വിശ്വാസികൾക്ക് പടച്ചവൻ വെച്ചിട്ടുണ്ട് എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. ത്യാഗസന്നദ്ധത ഉണ്ടാവണം ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും, നാം പ്രവർത്തിക്കുന്ന എല്ലാ മേഖലകളിലും.
എന്നും ഒരു ചെറിയ പെട്ടിക്കടയായിട്ടാണ് നമ്മൾ ഇരിക്കുന്നതെങ്കിൽ ആ ഇരിപ്പ് തന്നെ ഉണ്ടാവും. കച്ചവട രംഗത്ത് പുതിയ സാധ്യതകളിലേക്ക് എത്തണമെങ്കിൽ അയാളുടെ കൊമ്പ് മുറിക്കേണ്ടി വരും. വിദ്യാഭ്യാസ രംഗത്ത് കുതിച്ചുയരണം, ഒരുപാട് പുരോഗതിയിലേക്ക് എത്തണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ ആ രംഗത്തും ത്യാഗം അനിവാര്യമാണ്. നമ്മുടെ കുടുംബം ഇസ്ലാമീകരിക്കപ്പെടണം, എന്റെ മക്കൾ ദീനിയായി ജീവിക്കണം എന്നാഗ്രഹിക്കുന്നുവെങ്കിൽ, ഇങ്ങനെ നിരവധിയായ സ്വപ്നങ്ങൾ നെഞ്ചേറ്റുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അല്ലാഹു തആല പറയുന്നു, നിങ്ങൾ മുഹാജിറാവണം, നിങ്ങൾ ഇരിക്കുന്ന കൊമ്പ് മുറിക്കണം. അല്ലാഹു തആല പറയുന്നു, വമൻ യുഹാജിറു ഫീ സബീലില്ലാഹ് യജിദ് ഫിൽ അർളി മുറാഗമൻ കസീറൻ വസഅ. ഒരാൾ അല്ലാഹുവിന്റെ മാർഗ്ഗത്തിൽ നന്മ ഉദ്ദേശിച്ച് ഇറങ്ങി തിരിച്ചാൽ അയാൾക്ക് ഈ ഭൂമിയിൽ ഒരുപാട് പോംവഴികൾ, വിശാലമായ ഇടങ്ങൾ അയാൾക്ക് മുമ്പിൽ തുറന്നു വെക്കപ്പെടുക തന്നെ ചെയ്യും എന്നാണ് അല്ലാഹു തആല പറയുന്നത്. പക്ഷെ അതിനൊരു കണ്ടീഷൻ ഉണ്ട്, ഞാൻ സത്യത്തോടൊപ്പമാണ് എന്ന് ഉറപ്പുവരുത്തേണ്ട ബാധ്യതയുണ്ട് എന്നാണ് അല്ലാഹു തആല പറയുന്നത്. ബിസിനസ് ഉഷാറാകണമെങ്കിൽ കൈവിട്ട കളി കളിക്കേണ്ടി വരും, അങ്ങനെയാണ് ആളുകൾ പറയാറുള്ളത്. ഹലാൽ ഹറാമുകളുടെ അതിർവരമ്പുകൾ ഭേദിക്കേണ്ടി വരുമെന്നാണ് സാധാരണ മനുഷ്യർ പറയാറുള്ളത്. യഥാർത്ഥത്തിൽ അങ്ങനെയല്ല. നമ്മുടെ കച്ചവട രംഗത്ത് നാം ഇടപെടുന്ന മേഖലകളിൽ സിദ്ഖുണ്ടാവണം, സത്യസന്ധത ഉണ്ടാവണം, അമാനത്ത് ഉണ്ടാവണം. ഏത് രംഗത്തും പുരോഗതി പ്രാപിക്കണമെങ്കിൽ അതിന് ഏതെങ്കിലും നേച്ചുകെട്ടുകളും ഏതെങ്കിലും വളഞ്ഞ വഴികളുമല്ല, പടച്ചവന്റെ സംതൃപ്തി ഉണ്ടാവണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എല്ലാം വിട്ട് മദീനയിലേക്ക് യാത്രയാകുന്ന വേളയിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിച്ചു കൊടുത്ത ഒരു മന്ത്രം ഞാൻ ആമുഖമായി ഈ ഖുതുബയുടെ തുടക്കത്തിൽ പാരായണം ചെയ്തു. വഖുർ റബ്ബി അദ്ഖിൽനി മുദ്ഖല സിദ്ഖിൻ വഅഖ്രിജ്നി മുഖ്റജ സിദ്ഖിൻ വജഅൽനി മിൻ ലദുൻക സുൽത്താനൻ നസീറ. റബ്ബേ, നീ എന്നെ എവിടേക്ക് പ്രവേശിപ്പിച്ചാലും സത്യത്തോടൊപ്പം നീ എന്നെ പ്രവേശിപ്പിക്കണമേ. ജീവിതത്തിൽ ഒരു വിശ്വാസിയുടെ ഏറ്റവും ഹൃദയം തുറന്നുള്ള അകം നിറച്ചുള്ള പ്രാർത്ഥനകളിൽ ഒന്ന് ഈ ഒരു പ്രാർത്ഥനയായിരിക്കേണ്ടതുണ്ട് എന്ന് റസൂൽ പഠിപ്പിക്കുകയാണ്. നീ എവിടെ നിന്ന് എന്നെ പുറത്താക്കിയാലും, എവിടെ നിന്ന് ഞങ്ങൾ വേരോടെ പിഴുതെറിയപ്പെടുന്നുവെങ്കിലും സത്യത്തോടൊപ്പം ആയിരിക്കണമേ. നിന്നിൽ നിന്നുള്ള അധികാരത്തിന്റെ ഒരു ദണ്ട് നൽകി നീ എന്നെ സഹായിക്കണമേ, അനുഗ്രഹിക്കണമേ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ട്. സത്യത്തിന്റെ മനസ്സുണ്ടെങ്കിൽ, ഹിജ്റ ചെയ്യാനുള്ള സന്നദ്ധതയുണ്ടെങ്കിൽ, നാം പ്രവേശിക്കുന്ന ഇടവും നാം പുറന്തള്ളപ്പെടുന്ന ഇടവും നമുക്ക് സംതൃപ്തികരമായിരിക്കും. ജീവിത പരിസരങ്ങൾ നന്മയിലേക്ക്, സത്യത്തിലേക്ക് ഹിജ്റ ചെയ്യിക്കാൻ, അങ്ങനെ ഇരിക്കുന്ന സേഫ് സോൺ ആകുന്ന കൊമ്പ് മുറിക്കാൻ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. അധമ വിചാരങ്ങളിൽ നിന്ന്, അധമ പ്രവർത്തനങ്ങളിൽ നിന്ന് സൽസ്വഭാവങ്ങളിലേക്കുള്ള ഒരു ഹിജ്റയാവട്ടെ യഥാർത്ഥത്തിൽ ഈ പുതിയ കാലത്തെ ഹിജ്റയുടെ ഏറ്റവും നല്ല പാഠമെന്ന് നാം മനസ്സിലാക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നാം ഇപ്പോൾ അടയിരിക്കുന്ന സേഫ് സോണുകളിൽ നിന്ന് നല്ല ജീവിത പരിസരങ്ങളിലേക്ക്, അള്ളാഹുവിന്റെ തൃപ്തിയിലേക്ക് മത്സരിക്കുന്ന, ഓടിപ്പോകുന്ന മുഹാജിറായി പടച്ചവൻ നമ്മളെവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. അഖൂലു ഖൗലി ഹാദാ അസ്തഗ്ഫിറുല്ലാഹൽ അലീം ലി വലക്കും വസ്തഗ്ഫിറൂ ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം.